ബംഗാളിന്റെ കാര്യം നോക്കുക. അതാണ് ഏറ്റവും 42 സീറ്റുകളുള്ള ബംഗാളിൽ ശ്രീമതി മമതാ ബാനർജിയുടെ പാർട്ടിയാണ് ആർഗ്യുബിളി ദ സ്ട്രോങ്കസ്റ്റ് പാർട്ടി. അപ്പോൾ അതിൽ പരമാവധി സീറ്റുകൾ മത്സരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർക്കെതിരെ കോൺഗ്രസും CPM-ഉം മത്സരിക്കണം എന്ന് ശ്രീമതി മമതാ ബാനർജി ആഗ്രഹിക്കുന്നു. കാരണം 2 സ്പേസേ ഉള്ളൂ ആ സംസ്ഥാനത്ത് ബംഗാളിൽ. ഒന്ന് പ്രോ മമത അല്ലെങ്കിൽ ആന്റി മമത. അപ്പോൾ പ്രോ മമത ഫോഴ്സുകൾ ഒരുമിച്ച് നിൽക്കുകയും ആന്റി മമത ഫോഴ്സുകൾ എല്ലാം കൂടി അത് BJP-യുടെ രൂപത്തിലും കോൺഗ്രസിന്റെ രൂപത്തിലും മറ്റ് ചെറിയ പാർട്ടികളുടെ രൂപത്തിലും ഇടതുപക്ഷത്തിന്റെ രൂപത്തിലും ചിതറിപ്പോകുമ്പോൾ ആ ഇൻകംബൻസിയുടെ പ്രയോജനം മമതാ ബാനർജിക്ക് ലഭിക്കുകയാണ്. അതിനകത്തൊരു തോട്ടാണ്. അതുകൊണ്ട് ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് വിഘടിച്ചു പോകുമ്പോൾ മമതയ്ക്ക് ജയിച്ചു വരാം എന്ന ചിന്തയാണ് ബംഗാളിനെ നയിക്കുന്നത്. ഇനി ഡൽഹി പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്ക് പോകൂ. അവിടെ ആം ആദ്മി പാർട്ടി 2 നിലപാടിലാണ്. പഞ്ചാബിൽ കോൺഗ്രസുമായി യാതൊരു സഖ്യവും വേണ്ട, എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസുമായി സഖ്യമാകാം എന്ന ഒരു വിചിത്ര നിലപാടിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. കാരണം എന്താണ്? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ശക്തമാണ്. ഇപ്പൊ കേരളത്തിൽ CPM ആൻഡ് കോൺഗ്രസ് എന്ന് പറയുന്നത് പോലെയാണ് പഞ്ചാബിലെ 2 കക്ഷികൾ. അവർ ഒരുമിച്ച് നിന്നാലും അവർ 2ആയിട്ട് വേറിട്ട് നിന്നാലും അവർക്ക് ജയിച്ചു വരാൻ സാധിക്കും, കുറെ സീറ്റുകൾ വീതം ജയിച്ചു വരാൻ സാധിക്കും എന്ന ചിന്തയാണ്. അവിടെ BJP-ക്ക് കാര്യമായ സാധ്യതയുണ്ട് എന്ന് ഇവർ കരുതുന്നില്ല. അതുകൊണ്ടാണ്. എന്നാൽ ഡൽഹിയിൽ അങ്ങനെയല്ല. BJP പരാജയപ്പെടുത്താൻ അവർ ഒന്നിക്കുന്നു. അപ്പൊ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ പാൻ ഇന്ത്യ തലത്തിൽ ഒരു രാഷ്ട്രീയ ഏകോപനം സാധിക്കുന്നില്ല. അതുപോലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ജനതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്യുന്ന 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശ്, ഹിന്ദിയുടെ ഹൃദയഭൂമിയിലെ ഉത്തർപ്രദേശാണ് ഏറ്റവും വലിയ തട്ടകം. രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അവസാന വാക്ക് ഉത്തർപ്രദേശാണ്. ആര് ഉത്തർപ്രദേശ് പിടിക്കുന്നോ അവർ ഇന്ത്യ ഭരിക്കും എന്നതാണ് ഇതുവരെയുള്ള കണക്ക്. അവിടെ നോക്കൂ, അവിടെ പ്രധാനപ്പെട്ട 2 പാർട്ടികളാണുള്ളത്. ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയും അതിപ്പോൾ ഭരണകക്ഷിയാണ്. പ്രതിപക്ഷത്തുള്ള സമാജ്വാദി പാർട്ടി, മുലായം സിംഗ് യാദവിന്റെയും അഖിലേഷ് യാദവിന്റെയും ഒക്കെ സമാജ്വാദി പാർട്ടി ശക്തമായ സെക്യുലർ ക്രെഡൻഷ്യൽസ് ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായി സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടതാണ് കോൺഗ്രസും മറ്റ് ചെറിയ കക്ഷികളും എല്ലാം. പക്ഷേ സമാജ്വാദി പാർട്ടി പലപ്പോഴും കോൺഗ്രസിന്റെ വോട്ട് കൺവേർട്ട് ചെയ്ത് സമാജ്വാദി പാർട്ടിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയം വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസ്ഫറബിലിറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പാർട്ടിയുടെ വോട്ട് വിപ്പ് കൊടുത്താൽ ആ വോട്ടർമാരെല്ലാം കൂടി വ്യക്തമായി അത് അവർ പൂൾ ചെയ്ത് സഖ്യകക്ഷിക്ക് വോട്ട് ചെയ്യുമെങ്കിൽ ആ മുന്നണി വിജയകരമാകും. അത് ഉറപ്പില്ല. സമാജ്വാദി പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിനോ കോൺഗ്രസിന്റെ വോട്ട് സമാജ്വാദി പാർട്ടിക്കോ അങ്ങനെ പരസ്പരം വീതിക്കാൻ സാധിക്കുന്ന ഒരു നിലയിലല്ല ഉത്തർപ്രദേശിലെയും കാര്യങ്ങൾ. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു വോട്ട് ട്രാൻസ്ഫർ നടക്കുന്ന ഒരു നിലയിലല്ല. ഇനി കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ഒരു കാരണവശാൽ അത് മുൻകൂട്ടി തന്നെ ഒരു ധാരണയുണ്ട്. CPM-ന്റെ ഏറ്റവും വലിയ എതിരാളികൾ കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ എതിരാളി CPM ആണ്. അപ്പോൾ UDF LDF അതിനിടയിൽ ഒരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് BJP. അതുകൊണ്ട് ഒരു കാലത്തും UDF-നും LDF-നും ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിൽക്കാനാവില്ല കേരളത്തിലെങ്കിലും. അപ്പം മുൻകൂട്ടി തന്നെ കേരളവും ഒരു പക്ഷേ പഞ്ചാബും ഒരു പരിധിവരെ ബംഗാളും എഴുതി തള്ളുകയും ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായി ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന്റെ ഉദാത്ത മാതൃകയായി 3 വലിയ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജനതാദൾ യുണൈറ്റഡും RJD-യും, ഈ 3 കക്ഷികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇലക്ട്രൽ അരിത്തമാറ്റിക് ബീഹാറിലെ 29 സീറ്റുകൾ തൂത്തുവാരാം എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷി മറുകണ്ഠം ചാടുമ്പോൾ അതിൻ്റെ കൊഹിഷൻ എവിടെയാണ്? അതുകൊണ്ടാണ് പറയുന്നത് ഈ സീറ്റ് ഷെയറിംഗിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ വൈരുദ്ധ്യങ്ങളുടെ ഈ കെട്ട് പൊട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് സീറ്റ് ഷെയറിംഗ് അതീവ ദുർഘടമായ ഒരവസ്ഥയായിരിക്കും. ഇനി ഒരു സംസ്ഥാനത്തെ കൂടെ പറയാൻ അനുവദിക്കണം. അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 4 വേ അല്ലെങ്കിൽ 5 വേ സ്പ്ലിറ്റാണ്. കോൺഗ്രസ് പാർട്ടി, BJP, അതുപോലെ ശിവസേനയുടെ 2 വിഭാഗങ്ങൾ, ഒന്ന് മഹാവികാസ് അഘാഡിയുടെ ഭാഗമായിട്ട് മറ്റേ മറുവശത്തിപ്പുറത്തും ഇങ്ങനെ NCP, ശരത് പവാറിന്റെ NCP, അത് അദ്ദേഹത്തിന് അനന്തരവന്റെ പാർട്ടിയും ശരത് പവാറിന്റെ പാർട്ടിയും. അങ്ങനെ എത്ര പാർട്ടികളാണ്? അപ്പം 2 മുന്നണിയിലുമായി യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഈ കക്ഷികൾ പടവെട്ടുമ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ സീറ്റ് ഷെയറിംഗ് എങ്ങനെയാണ്? അപ്പോൾ കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ വാങ്ങും. കോൺഗ്രസ് മാത്രമേ പിളരാത്തതുള്ളൂ. NCP-യും അതുപോലെ തന്നെ ശിവസേനയും പിളർന്നത് കൊണ്ട് അവിടെ കോൺഗ്രസ് സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ ചോദിക്കും.
അത് കൊടുക്കാൻ ഈ രണ്ട് കക്ഷികളും തയ്യാറാകത്തുമില്ല. അപ്പം മഹാരാഷ്ട്രയിലും പ്രശ്നമുണ്ടാകും. ആം ആദ്മി പാർട്ടിയുടെ ആഗ്രഹം എന്താണ്? ഒരു പാൻ ഇന്ത്യ പാർട്ടിയായിട്ട് വളരണം, ദേശീയ പാർട്ടിയായിട്ട് വളരണം. ഗുജറാത്തിൽ ഒരു സീറ്റെങ്കിലും ചോദിക്കും, ഗോവയിൽ ഒരു സീറ്റ് ചോദിക്കും, മഹാരാഷ്ട്രയിൽ സീറ്റ് ചോദിക്കും ആം ആദ്മി പാർട്ടി. അങ്ങനെ ആ സീറ്റുകൾ കൊടുക്കാൻ കഴിയില്ല കോൺഗ്രസിന്. അവിടെ പ്രശ്നം ഉണ്ടാകും. അതുപോലെ തൃണമൂൽ കോൺഗ്രസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മേഘാലയയിലും ആസാമിലും ഒരുപക്ഷെ ത്രിപുരയിലും എല്ലാം തന്നെ സീറ്റുകൾ ചോദിക്കും. ഗോവയിൽ ഉൾപ്പെടെ സീറ്റുകൾ ചോദിക്കും മമതാ ബാനർജിയുടെ പാർട്ടി. എങ്ങനെ കോൺഗ്രസിന് കൊടുക്കാൻ സാധിക്കും? കോൺഗ്രസ് അവിടെ ശക്തമാണ്. ഗോവയിൽ ആകെ 2 സീറ്റേ ഉള്ളൂ ലോക്സഭയിലേക്ക്. അത് ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസും ഒരു സീറ്റ് ആം ആദ്മി പാർട്ടി ചോദിച്ചാൽ അവർക്ക് 2 സീറ്റ് കൊടുത്താൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ അവിടെ സീറ്റില്ല. അപ്പൊ ഇങ്ങനെ സീറ്റ് ഷെയറിങ്ങിന് അവകാശവാദങ്ങൾ വളരെ വലുതാണ്. ഇതിനെല്ലാം ഒരു കാരണമായത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സഖ്യകക്ഷികളെ വേണ്ട പോലെ കരുതിയില്ല എന്നതിൻ്റെ ചുരുക്കുകൂടി പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് വളരെ വലിയ സങ്കീർണമായ ഒരു സീറ്റ് വിഭജന ചർച്ചയിലേക്കാണ് ഇന്ത്യ മുന്നണി പ്രവേശിക്കാൻ പോകുന്നത്.